നീതി ന്യായ സംവിധാനത്തെയും ചോദ്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അവിടെ ഉണ്ടാകുന്ന പിഴവുകൾ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ധാർമ്മിക ബോധമതാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കണം. കർത്താവ് നമുക്ക് നൽകിയ കൃപ നമ്മളിലൂടെ വളരാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ലോക്സഭയിൽ FCRAയുടെ ചർച്ച മാറ്റിവെച്ചത് വലിയൊരു അനുഗ്രഹമാണ്. തീർന്നുവെന്ന് നമ്മൾ വിചാരിക്കേണ്ട. എങ്കിലും അവർ നമ്മൾ ഉന്നയിച്ച ആ കാര്യത്തിൽ ഒരു ധാർമ്മിക ചിന്തയുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലായതുകൊണ്ടാണ്. ആ നീതി ബോധമാണ് കർത്താവിന് ഈ പെസഹായിൽ നമുക്ക് നൽകുന്നത്. നീതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണല്ലോ കർത്താവിനും മരിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെയുള്ളൊരു പ്രയാസപ്പെട്ടൊരു വിഷയമാണ് ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ സ്വന്തം ആയിട്ട് നമ്മൾ കരുതുന്ന ദളിത് സഹോദരങ്ങളുടെ, ക്രൈസ്തവരുടെ ആനുകൂല്യങ്ങൾ അവരെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുത്തി അതിൻ്റെ ഒരു സർക്കാർ നൽകുന്ന കാരുണ്യ സംഭാവനകൾ സ്വീകരിക്കാൻ കത്തോലിക് ക്രൈസ്തവരായ ദളിതർക്ക് അവകാശമില്ല എന്ന് വീണ്ടും സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയെ കുറ്റം പറയാനൊന്നും ഒരു അവകാശവുമില്ല. കോടതി ഇതിനു മുമ്പും ഇതുപോലുള്ള വിധികൾ നടത്തിയിട്ടുണ്ട്. അവർ വീണ്ടും അത് മാറ്റി ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറ്റം പറയുകയല്ല. ഇതിനൊരു പുനർവിചാരം കോടതി നൽകുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രൂപതയിൽ 1% ആളുകൾ ദളിത് ക്രൈസ്തവരാണ്. നമ്മുടെ രൂപതയാണ് ഇത് ഗൗരവതരമായിട്ട് ബാധിക്കുന്ന വിഷയം. എന്നെ ബാധിക്കുകയില്ല, എൻ്റെ പെൻഷനുണ്ട്, എനിക്ക് മക്കൾ വിദേശത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓടി അകലുകയാണ്, മാറി മടങ്ങുകയാണ്. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്, ഈ രൂപതയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. 1 കത്തോലിക്കര് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാതെ, മോശമായ വാക്കുകളൊന്നും പ്രത്യേകിച്ച് ജുഡീഷ്യറിയോട് പറയാതെ നമുക്ക് ഇടപെടണം, പ്രാർത്ഥിക്കണം. ഈ അനീതി മാറ്റിയെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ ശക്തി ഇടപെടണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തോടും നമ്മുടെ ദേശത്തോടും നമ്മുടെ ജനങ്ങളോടും നമ്മുടെ രൂപതയോടുമുള്ള ആ ബന്ധത്തിൻ്റെ പേരിലാണ്. അത് നമുക്ക് വീണ്ടും മാന്യമായ രീതിയിൽ അതിനുവേണ്ടി നമ്മുടെ ശ്രദ്ധ ഉയർത്തണം. നമ്മുടെ വലിയ സമുദായ സമ്മേളനങ്ങളെല്ലാം നടത്തി പലായനിച്ച് പ്രധാനപ്പെട്ട വിചാരിച്ചൻ വളരെയേറെ അതിനുവേണ്ടി ശ്രദ്ധിച്ചു. വലിയൊരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ നടത്തിയ 6 സ്ഥലങ്ങളിലെയും അച്ഛന്മാരെയും അതിൽ പങ്കെടുത്ത് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ ഈ ഭദ്രാസന ദേവാലയത്തിൽ വെച്ച് ഓർക്കുകയാണ്. വലിയ സമ്മേളനങ്ങളായിരുന്നു. നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് പറയാനായിട്ട് സാധിച്ചു. ഇവിടുത്തെ മീറ്റിങ്ങിലാണ് നമ്മുടെ പൈതൃകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാർഷിക മേഖലയാണ്, കൃഷിയാണ്. കത്തീഡ്രൽ ദേവാലയവും ഇതിൻ്റെ പരിസരങ്ങളും ഹാർട്ട് ലാൻഡ് ഓഫ് അഗ്രികൾച്ചറാണ്.